السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. عن أبي سعيد رضي الله عنه قال أبو سعيد എന്ന സഹാബി വര്യൻ പഠിപ്പിക്കുന്ന ഒരു സംഭവം انطلق نفر من أصحاب النبي صلى الله عليه وسلم في سفرة سافروها حتى نزلوا على حي من أحياء العرب. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരനിൽ നിന്ന് ഒരു പറ്റം ആളുകൾ ഒരു യാത്ര ചെയ്തു. യാത്രാമധ്യേ അറബികളിലെ ഒരു ഗോത്രത്തിൽ അവർ ഇറങ്ങി വിശ്രമിച്ചു. ഫസ്തദാഫൂഹും ഫഅബൂ അൻ യുദയ്യിഫൂഹും. ആ പ്രദേശവാസികളോട് ഇവരെ സ്വീകരിക്കാനും പരിഗണിക്കാനും സൽക്കരിക്കാനും ഒക്കെ അവർ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അവർ ആ അഭ്യർത്ഥന നിരസിച്ചു, അവരെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ഇവരെ വിശ്രമിക്കുന്ന പ്രദേശത്തുള്ള ഗോത്രത്തിന്റെ നേതാവിനെ, ഗോത്രത്തലവനെ ആ സമയത്ത് ഒരു തേള് കുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിഷബാധയേറ്റ കുടുംബനാഥനെ, ഗോത്രത്തലവന്റെ ഈ വിഷത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് അവർ പഠിച്ച പണി 18 പയറ്റി നോക്കി. പക്ഷേ അവർക്ക് പ്രതിവിധി കണ്ടെത്താൻ സാധിച്ചില്ല. അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അഭിപ്രായപ്പെട്ടു, ഇവിടെ അറബികളിൽപ്പെട്ട ഒരു സംഘം തമ്പടിച്ചിട്ടുണ്ട്, അവരോട് ഈ വിഷബാധയേറ്റ നമ്മുടെ ഗോത്രത്തലവന്റെ വിഷമിറക്കാൻ പ്രതിവിധി വല്ലതുമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം, അവരെ ഒന്ന് സമീപിച്ചാലോ. അവർ സമീപിച്ചു. അങ്ങനെ സമീപിച്ചതിന് ശേഷം അവർ ഈ സംഘത്തോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാകുന്ന ഈ സംഘത്തോടും പോയി പറഞ്ഞു, യാ അയ്യുഹർ റഹ്തു ഇന്ന സയ്യിദനാ ലുദിഗ വസഅയ്നാ ലഹു ബികുല്ലി ശൈഇൻ ലാ യൻഫഉഹു. ഞങ്ങളുടെ ഗോത്രത്തലവന് വിഷബാധയേറ്റിട്ടുണ്ട്, ഞങ്ങളുടെ ചികിത്സകളൊന്നും ഫലിക്കുന്നില്ല. ഫഹൽ ഇൻദ അഹദിൻ മിൻകും മിൻ ശൈ. നിങ്ങളിൽ ആർക്കെങ്കിലും അതിനു വല്ല പ്രതിവിധിയും നിർദ്ദേശിക്കാനോ കൽപ്പിക്കാനോ സാധിക്കുമോ? ഫഖാല ബഅദുഹും, അവരിൽ ചിലർ പറഞ്ഞു, നഅം വല്ലാഹി. സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കും. ഇന്നി ലഅർഖ, ഞാൻ മന്ത്രിച്ചൂതിയിട്ട് മന്ത്രം എന്ന ചികിത്സയിലൂടെ വിഷമിറക്കി തരാം. പക്ഷേ വലാകിൻ വല്ലാഹി ലഖദ് ഇസ്തലഫ്നാകും ഫലം തുളയ്യിഫൂനാ ഫമാ അന ബിറാഖിൻ ലക്കും ഹത്താ തജ്അലൂ ലനാ ജുഅല. ഞങ്ങൾ നിങ്ങളോട് യാത്രാമധ്യേ യാത്രക്കാർ എന്ന നിലക്കുള്ള പരിഗണന ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ നിരസിച്ചതിനാൽ ഞങ്ങൾ ചികിത്സിച്ച് നിങ്ങളുടെ ഗോത്രത്തലവന്റെ അസുഖം ഭേദപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾക്കതിന് മാന്യമായ പ്രതിഫലം തരണം, നിശ്ചയിക്കണം. എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഗോത്രത്തലവന്റെ വിഷമിറക്കി തരുന്ന ചികിത്സ നടത്താം. അങ്ങനെ പരസ്പരം നിശ്ചിതമായ എണ്ണം ആടുകൾ കൈമാറാമെന്ന ധാരണപ്രകാരം ഈ ഗോത്രത്തലവന്റെ വിഷമിറക്കാൻ വേണ്ടി സഹാബിവര്യന്മാർ ഗോത്രത്തലവനെ സമീപിച്ചു. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഗോത്രത്തലവനെ ഊതിയപ്പോൾ അദ്ദേഹം ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി ഉന്മേഷത്തോടുകൂടി എഴുന്നേറ്റു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാനും ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാനും സാധിച്ചു. അങ്ങനെ ഗോത്രത്തലവൻ തന്റെ അണികളോട് അവർക്ക് നിശ്ചയിച്ച വിഹിതം നൽകാൻ ആവശ്യപ്പെടുകയും സന്തോഷപൂർവ്വം അതവർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ലഭിച്ച മന്ത്രിച്ച് സുഖപ്പെടുത്തിയതിന് പാരിതോഷികമായി ലഭിച്ച ആട്ടിൻകൂട്ടത്തെ അവർക്കിടയിൽ വിഹിതിക്കാൻ പരസ്പരം ധാരണയിലെത്തിയപ്പോൾ മന്ത്രിച്ചൂതി അസുഖം ഭേദപ്പെടുത്തിയ ഈ സഹാബി സംഘത്തിലെ സഹോദരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കിത് വിതരണം ചെയ്യൂല. ഹത്താ നഅതിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനദ്കുറു ലഹു അല്ലദീ കാൻ. ഉണ്ടായ സംഭവങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയി അവതരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധ്യപ്പെടുത്താതെ, അവിടെ നിന്നുള്ള നിർദ്ദേശം ലഭിക്കാതെ ഈ ആട് ഞാൻ നിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയില്ല. അങ്ങനെ അവർ തിരിച്ചു മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു, തങ്ങളോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വമാ യുദ്രീക അന്നഹാ റുഖിയ. ഫാത്തിഹ സൂറത്ത് മന്ത്രിച്ചാൽ ഇങ്ങനെയൊക്കെ ഫലമുണ്ടാകുമെന്ന് എങ്ങനെയാ സഹോദരാ നീ അറിഞ്ഞത്? സുമ്മ ഖാല അത് അസബ്തും, നിങ്ങൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ മന്ത്രിച്ചതും മന്ത്രിച്ചൂതി അസുഖം ഭേദപ്പെടുത്തിയതും
അതിന്റെ പേരിൽ നിങ്ങൾ വേതനം പറ്റിയതുമെല്ലാം ഇസ്ലാമിക ദൃഷ്ടി അനുവദിക്കപ്പെട്ടതും ശരിയായ പ്രവർത്തനങ്ങളുമാണ്. യഖ്സിമൂ വദ്രിബൂ ലി മഅകും സഹ്മ. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ആ പാരിതോഷികം നിങ്ങൾ വിഹിതിച്ചെടുത്തോളൂ, എനിക്കും നിങ്ങൾ അതിലൊരു വിഹിതം തരണം. ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. അവിടുത്തെ ജീവിതത്തിൽ ചിരി വന്ന് ചിരിച്ചത് സ്വഹാബികൾ കണ്ട ആ ഒരു സംഭവവും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.